എല്ലാ ശിഷ്യന്മാർക്കും അവനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ ഈ ശിഷ്യന് മാത്രം ചില കാര്യങ്ങൾ പറയാനല്ല, ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ നിമിഷത്തോളം എത്തുമ്പോൾ അയാൾക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പറിയണം. അന്ത്യത്താഴത്തിൽ അവൻ്റെ വശത്തോട് ചേർന്ന് കിടന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് മാത്രമല്ല, അതിലെ സ്നേഹവും അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയപ്പോൾ അവൻ ഓടാൻ കഴിഞ്ഞില്ല. ആ സ്നേഹത്തിന് വേണ്ടി കുരിശിന് വഴിയിൽ പിന്നാലെ നടന്നു. ഗുരു അവസാനം കാൽവരിയിൽ പിടഞ്ഞു മരിക്കുമ്പോൾ നിറകണ്ണുകളോടെ ആ കുരിശിന് താഴെ അവൻ നിന്നു. സ്നേഹം പരസ്പരം കൈമാറിയ ആ രണ്ടുപേരും അവസാനം നിൽക്കുമ്പോൾ ക്രിസ്തു അവന് വലിയൊരു സമ്മാനം നൽകി. ഇതാ നിൻ്റെ അമ്മ. ഹൃദയം കൈമാറിയ മനുഷ്യർക്കൊക്കെ അവസാനം സമ്മാനം നൽകാതെ പോകാൻ കഴിയില്ലല്ലോ. പ്രിയമുള്ളവരെ, യോഹന്നാൻ അപ്പോസ്തലൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഹൃദയം നൽകിയ മനുഷ്യരോടൊക്കെ കുറച്ചും കൂടി സ്നേഹമുള്ളവരാകണം. ആ സ്നേഹം അവസാനിക്കാതെ എന്നും നിലനിൽക്കണം, ക്രിസ്തുവിനെയും യോഹന്നാനെയും പോലെ.